നടന്നത്. ഞാൻ അവതരിപ്പിക്കുന്ന ഈ സംഭവകഥ പരസ്യ വിചാരണ. കെടുതിയിൽ വലയുന്ന നാടേ ക്ഷമിക്കുക, ദുരന്തത്തിൽ വലയുന്ന നാട്ടാരെ ക്ഷമിക്കുക. കഥയല്ലാത്തൊരു സംഭവമെന്നുടെ ഉള്ളിന്റെ തേങ്ങലായി മാറി എന്നോർക്കുക. ഉള്ളിന്റെ തേങ്ങലായി മാറി എന്നോർക്കുക. 2004 ഓഗസ്റ്റ് മാസം ദക്ഷിണ കേരളത്തിലെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിൽ എഴുന്നൂറ് കുടുംബത്തിൽ 2 പൊന്നോമന മക്കളിൽ മൂത്ത മകനായി ജനിച്ച സിദ്ധുവിനെ അച്ഛനും അമ്മയും കണ്ണിന് തട്ടാതെ വളർത്തി. സാമ്പത്തിക പരാതിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അച്ഛൻ വിദേശത്ത് പോയി ജോലി ചെയ്ത് മകനെ പഠിപ്പിച്ചു. പഠനത്തിൽ മിടുക്കനായ സിദ്ധു +2 പഠനശേഷം എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതി അതിസുന്ദരമായ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല ക്യാമ്പസിൽ ബിരുദ പ്രവേശനം നേടിയപ്പോൾ അച്ഛനും അമ്മയും വളരെയധികം ആഹ്ലാദിച്ചു. നമ്മുടെ അധ്വാനം പ്രതീക്ഷയെ പൂവണിയുന്നു. തന്റെ പ്രിയ തമ്മനോട് ആ അമ്മ പറഞ്ഞത്. മണലാറിലെത്തി തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച ആ അച്ഛൻ ആത്മസംതൃപ്തിയുടെ നെറുകയിലെത്തി ആ അമ്മയോട് പറഞ്ഞു, നമ്മുടെ പാതി സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. അവന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, അവൻ നമുക്ക് വേണ്ടിയോ. മോനെ, നിന്റെ യാത്രകൾ അച്ഛന്റെയാണ്, അമ്മ തന്നോർമ്മകൾ നീ തന്നെയാണ്. പോയി വരൂ നീ നിന്റെ സ്വപ്നത്തിലേക്ക്, ചിറകുകൾ വീശി പറക്കൂ എൻ മകനെ. കാണുന്നു അമ്മ നീ എന്നഭിമാനം, കാണുന്നു ഈ അമ്മ നീ എന്നഭിമാനം. അച്ഛനും അമ്മയ്ക്കും സിദ്ധുവിനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഈ വരികൾ മനസ്സിലൂടെ തട്ടിക്കളിക്കും. ഇമ്പമേലും താടിയും കുറ്റിമീശയും ഉയരമുത്ത വീതിയും കൂർമ്മ ബുദ്ധിയും. ഇനി നമുക്ക് സിദ്ധുവിന്റെ കലാലയത്തിലേക്ക് പോകാം. കുന്നും കാടും പാടവും തോടും കൊച്ചുന്ന തണുപ്പും മഴയുള്ള ഈർപ്പവും, വെയിലില്ല ചൂടില്ല ഒതുകില്ല ഈ നാട്ടിൽ, കമ്പിളിയില്ലാതെ ഉറങ്ങില്ല ഈ നാട്. കളിക്കൂട്ടുകാരൻ ആഹ്ലാദം കൊണ്ട് വീർപ്പ് മുട്ടി. നമ്മൾ തകർന്നുണ്ട ഈ ക്യാമ്പസും കാലാവസ്ഥയും. ഹോ, ആവേശകരം. സിദ്ധുവിനുമുണ്ട് ആവേശത്തോടെയുള്ള മറുപടി. ഇത് നമ്മുടെ സമയം. സൗമ്യനായ വിദ്യാർത്ഥി, പ്രസന്നതയോടെയുള്ള സമീപനം. ആ ക്യാമ്പസിലെ പ്രിയപ്പെട്ടവനാകാൻ സിദ്ധുവിന് അധിക കാലമൊന്നും വേണ്ടി വന്നില്ല. നേതൃപാഠം പ്രകടിപ്പിച്ച സിദ്ധു ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയി. സൗമ്യമായിടങ്ങളിലും ലക്ഷ്യമൊന്നുമുള്ള ജീവിതവും മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്ക് സഹിച്ചില്ല. സിദ്ധുവിനെതിരെ ചില രഹസ്യ നീക്കങ്ങൾ നടന്നു. ഉജ്വലമാം ഭാവി തേടുന്ന യുവതയെ തേടിയതും ലഹരി, കാണിടും നാടിനെ നാടിന്റെ ശാപമാം രാസലഹരി തോറ്റിടുന്നു ഞാൻ ക്രൂരമാം ഭാവത്തെ. ലഹരിക്കടിമപ്പെട്ട ആ ക്യാമ്പസിൽ ചില വിദ്യാർത്ഥികൾ അസൂയയും വിദ്വേഷവും അഹങ്കാരവും ഇതിനൊന്നും വശപ്പെടാതെ മുന്നോട്ട് പോയ സിദ്ധുവിനെ ഒറ്റപ്പെടുത്തി എന്നതിൽ അതിശയോക്തിയില്ല. ആ ഹോസ്റ്റൽ ഭരിച്ചിരുന്ന രാസലഹരിയുടെ മൊത്തക്കാരായിരുന്ന ചില ഗുണ്ടകൾ തീരുമാനിച്ചു സിദ്ധുവിനെ വധിക്കുവാൻ. ഗുണ്ടാ നേതാവ് ഉത്തരവിറക്കി, സിദ്ധു ഇനി ജീവിക്കുവാൻ പാടില്ല. നല്ല വിദ്യാർത്ഥികൾ സിദ്ധുവിനെ ഇഷ്ടപ്പെടുന്നു. പഠിക്കുവാൻ വരുന്നവൻ പഠിക്കാൻ പുറത്താകണം. ആ ക്യാമ്പസിലെ അധികാര കേന്ദ്രങ്ങൾ ഇതിനകം സ്വന്തം പരിധിയിൽ കൊണ്ടുവന്ന ആ ഭീകര ഗുണ്ടകൾ ആഹ്വാനം ചെയ്തു. അവനെ വധിക്കുക അവർ മുൻകൂട്ടി തീരുമാനിച്ചു. അച്ഛനെയും അമ്മയും കാണുവാൻ വീട്ടിലേക്ക് പോകുന്ന സിദ്ധുവിനെ തിരിച്ചു വകവരുത്തണം. സ്നേഹമെന്ന വാക്കിന് ഒത്തുപോന്ന നല്ല സ്ത്രീ, സ്നേഹമാണ് സ്ത്രീ, സ്നേഹം മാത്രമാണ് സ്ത്രീ. പക്ഷേ സിദ്ധുവിനെ വധിക്കുവാൻ ഒരു പെൺകുട്ടിയുടെ സഹായം അവർ തേടി. ഒരു കള്ള പരാതി സർവകലാശാല അധികാരികൾക്ക് കെട്ടിച്ചമച്ച് അവൾ നൽകി. സ്വന്തം ദേശത്ത് നിന്ന് വന്ന കളിക്കൂട്ടുകാരനെ ഉപയോഗിച്ച് ആ തെമ്മാടികൾ അച്ഛനെയും അമ്മയും കാണുവാൻ വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സിദ്ധുവിനെ ഭീഷണിപ്പെടുത്തി
വേഗം വാടാ, നിനക്കെതിരെ കൊടുത്ത പരാതികൾ അധികാരികൾ ഗൗരവമായി എടുത്തിരിക്കുന്നു. വേഗം ഒന്ന് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഭാവി അപകടത്തിലാകും. ഭയന്ന് പോയി സിദ്ധു തന്റെ പ്രിയ കൂട്ടുകാരനോടെ പറഞ്ഞു. ഒരു ചെറിയ പ്രശ്നത്തിന് പേരിൽ ഞാൻ അവളോടൊന്ന് ദേഷ്യപ്പെട്ടു എന്ന് മാത്രം വരെയുള്ളൂ. അതിന് കൂട്ടുകാരന്റെ ഭീഷണിയിൽ ഭയന്ന് തടച്ച അവന്റെ സ്വരം ബദൽ. പെൺകുട്ടിയുടെ പരാതി അവനെ കുടുക്കുമത്രേ. നട്ടലില്ലാത്ത സമൂഹത്തിന്റെ ഇന്നത്തെ ആയുധമാണ് സ്നേഹത്തിന്റെ പര്യായമായ സ്ത്രീയെ ഉപയോഗിച്ച് പരാതി നൽകുക. കള്ള പരാതി നൽകുന്ന സ്ത്രീകൾ ഈ ക്രൂരന്മാരായ ഗുണ്ടകളെക്കാൾ അധപ്പതിച്ചവരാണ്. ആത്മസുഹൃത്തിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായ കളിക്കൂട്ടുകാരനെ കുറിച്ച് പറയുവാൻ വാക്കുകൾ പോലുമില്ല. ഭയമല്ല ഉള്ളിൽ ഉയരും ഈ പേടി, പേടിതൻ ഭാവം മാത്രമെന്നുള്ളിൽ. ഭയവിഹ്വലതയോടെ സിദ്ധു തിരിച്ച് ക്യാമ്പസിലേക്ക് ബസ് കയറി. ക്യാമ്പസിലെത്തിയ അവന്റെ മൊബൈൽ ഫോൺ അവർ ചങ്ങാതിയെ ഏൽപ്പിച്ചു. താൻ മറ്റൊക്കെപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും സിദ്ധു അവരുടെ ട്രാഫിൽ, അതായത് കൊലക്കാലത്ത് അകപ്പെട്ടിരുന്നു. ഗുണ്ട ചങ്ങാതിയോട് പറഞ്ഞു, വീട്ടിൽ നിന്നുള്ള ഫോണുകൾ ഈ കൈകാര്യം ചെയ്തുകൊള്ളണം, നിനക്ക് തരാം 30 ചില്ലി കാശ്. അതിക്രൂരമായ പീഡനങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ പോലെ ആയുധം ഉപയോഗിച്ച് ഗുണ്ട നേതാവ് വീണ്ടും വീണ്ടും സിദ്ധുവിനെ അടിച്ചു. കാലുകൾ കൊണ്ട് നിയന്ത്രിച്ചു. ആ ഹോസ്റ്റലിലെ ഓരോരുത്തരായി വന്ന് അവന്റെ കഴുത്തടിച്ചു. മനുഷ്യന് സങ്കല്പിക്കാൻ പോലും ആകാത്ത വിധം ക്രൂരമായ പീഡനങ്ങൾ സിദ്ധു ഏറ്റുവാങ്ങി. അവന് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. പീഡിപ്പിച്ചത് മതിയാകാതെ ഹോസ്റ്റൽ റൂമിൽ വെളിയിൽ കൊണ്ടുവന്ന് ഒരു വിജനമായ പ്രദേശത്ത് വെച്ച് വീണ്ടും വീണ്ടും ആക്രമിച്ചു. ആക്രമിക്കുന്നതിനിടയിൽ അവൾ അവരോട് ആക്രോശിച്ചു, നീ പഠിക്കുമല്ലേടാ, നീ എവിടെയൊക്കെ ഉപയോഗിക്കില്ല അല്ലേടാ, ജീവന് വേണ്ടി ആ പാവം കെഞ്ചി. ഹേ കൂട്ടുകളെ, നിന്റെ 10 തലമുറകളെ ആ പാവം ശപിച്ചിട്ടുണ്ടാവും. ഇടയ്ക്കിടെ ആ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. കുറ്റ ചെങ്ങാതി പലപ്പോഴായി ഫോണെടുത്ത് അമ്മയോട് പറഞ്ഞു, സിദ്ധു ഉറങ്ങുവാണമ്മേ, അവൻ ക്ഷീണിതനാണ്, ഒന്നും പേടിക്കാനില്ലെന്നേ, ഞാനില്ലേ ഇവിടെ. അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് ആശ്വസിപ്പിച്ചു. പീഡനത്തിന് 3-ാം ദിവസം തന്റെ അവസാന നിമിഷങ്ങളിൽ സിദ്ധു വീണ്ടും പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. വീണ്ടും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അവന്റെ മരണം അവർ ഉറപ്പിച്ചു. കൂട്ടുകാരൻ പോലും കൊടുക്കാതെ കൊന്നുകളയല്ലോ നീചന്മാരെ. ഉറ്റ ചെങ്ങാതിയായ ചതിയെ ഉപയോഗിച്ച് അവർ ആ അച്ഛനെ വിളിച്ചു പറഞ്ഞു, സിദ്ധു ആത്മഹത്യ ചെയ്തു. ഈ കൊടും ക്രൂരതകൾ ഒരു ക്യാമ്പസ് മുഴുവൻ നോക്കി നിന്നു. വിധിയല്ല വേണ്ടത്, സ്കോറല്ല വേണ്ടത്, ഗ്രേഡല്ല വേണ്ടത്, വേണ്ടത് സിദ്ധു. കരളിൽ കുതിർത്തൊരു ഓർമ്മ തൻ തേരോട്ടം, ഓർമ്മ തൻ തേരോട്ടം, ഓർമ്മ തൻ തേരോട്ടം. അതെ, ആ ദുഃഖാർത്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ ഈ കഥാപുസ്തകം ഞാൻ സമർപ്പിക്കുന്നു. കണ്ണീരിൻ നനവുകൾ കരളിപ്പിച്ച മരവിച്ച മനസ്സുകളെ, കാണാമറയത്ത് ഇന്നവൻ കാണുന്നു രോദന വിപ്ലവമെന്ന്. നന്ദി.